ഓരോ കാലവർഷവും കിടപ്പാടത്തിന്റെ പാതി കടലെടുക്കും. കലി പൂണ്ടെത്തുന്ന കടലിൽ നിന്നും കയ്യിൽ കിട്ടുന്ന സാധനങ്ങളുമായി ടെറസിൽ ഉൾപ്പെടെ അഭയം പ്രാപിക്കുകയാണ് പതിവ്. ബട്ട്റോഡ് ശാന്തിനഗർ കോളനിയിലെ ഒരു വിഭാഗം ആളുകളുടെ ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാലങ്ങളായി കടലെടുക്കുന്നത്. ഇതിനൊരു വരാക്രമം നമ്മൾ കാണുന്നില്ല. ഇത് എന്ത് വഴി ചെയ്യാൻ കടലെടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവന്നെ, വേറൊന്നുമില്ല. പിന്നെ ഒരു പരിധിയിൽ കല്ലിട്ടുന്ന സ്ഥിതിക്ക് ഒരു 6 മാസമല്ലേ കടലിൽ നിൽക്കുകയുള്ളൂ. അതിൽ കൂടുതൽ പിന്നെ പിന്നെ പോയില്ലേ കടല്. LDF സർക്കാർ അധികാരത്തിലേറും മുന്നേ കടൽഭിത്തി നിർമ്മാണമായിരുന്നു അന്നത്തെ പ്രധാന വാഗ്ദാനം. എന്നാൽ 10 വർഷമുണ്ടായിട്ടും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ മഴക്കാലങ്ങളിലെല്ലാം കടൽക്ഷോഭത്തിൽ തകർന്ന കടൽഭിത്തികളുടെ പുനർനിർമ്മാണവും അനിശ്ചിതത്വത്തിലാണ്. 2 വർഷം മുമ്പാണ് ശാന്തിനഗർ കോളനിയിലെ ശാരദാമ്മയുടെ വീട് കടലെടുത്തത്. പുതിയൊരു വീടെന്ന ഇവരുടെ ആവശ്യത്തെ 2 വർഷം പിന്നിട്ടിട്ടും അധികൃതർ പരിഗണിച്ചിട്ടില്ല. ഇതോടെ മകൾ മിനിയുടെ വീട്ടിൽ തുടരുകയാണ് ഈ വയോധിക. ഇവിടെ 14 കൊല്ലമായി ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു ഗതിയും കെട്ടിയിട്ടില്ല. ഈ ഇതന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇതെന്നും എടുത്തും പോകണമുണ്ട്. ഇപ്പം 4 കൊല്ലമായി വിഷരീതിയിലേക്ക് ഒരു വീടില്ലാന്ന് എഴുതി കൊടുത്തിട്ട് ഇതുവരെ പാസ്സായിട്ടില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ കിടക്കുന്നത്. 20 വർഷത്തെ സുരക്ഷയുറപ്പാക്കി ഗാബിയോൺ ബോക്സ് മാതൃകയിൽ നേരത്തെ ഗോദീശ്വരം ഭാഗത്ത് നിർമ്മിച്ച കടൽഭിത്തി 10 വർഷത്തിനിടയിൽ തന്നെ തകർന്നിരുന്നു. ബട്ട്റോഡിലും സമാനമായ അവസ്ഥയാണ്. കോർപ്പറേഷൻ പരിധിയിലെ ബട്ട്റോഡ് ബീച്ചിൽ കടൽഭിത്തി നിർമ്മാണത്തിന് 7 കോടിയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതായി മുൻ MLA അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ നിർമ്മാണം നടത്താൻ നടപടിയുണ്ടായിട്ടില്ല. 2 വർഷം മുമ്പ് കടലാക്രമണത്തിൽ തകർന്നു വീണ ശാരദാമ്മയുടെ വീടാണിത്. ഇന്നേ വരെ അറ്റകുറ്റപ്പണി നടത്താനോ പുതിയൊരു വീട് നൽകാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഓരോ കടലാക്രമണം ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. ഇതിൽ നിന്ന് എന്ന് കരകയറാനാകുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.